നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്ന്, മത്സ്യങ്ങളിൽ ഒന്നാണ് ചാള, മത്തി എന്നൊക്കെ അറിയപ്പെടുന്ന മീൻ. പക്ഷേ ഈ മത്സ്യം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമോ എന്നുള്ളത് സംശയമാണ്. കടലിന്റെ ആഴങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതോടുകൂടെ മത്തിയുടെ ലഭ്യത ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന തരത്തിലെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽ നിനോ നടക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലിയ രീതിയിൽ സമുദ്രത്തിലുണ്ടാകും. സ്വാഭാവികമായിട്ട് മത്തിയുടെ ലഭ്യത കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എൽ നിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ സമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലൂടെ പ്രകടമാകുകയാണെങ്കിൽ സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽ നിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടാകുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുന്ന എന്ന് കരുതുന്ന ഈ എൽ നിനോ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പ്രകടമായി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ മത്തി ഉൾപ്പെടെയുള്ള പല മത്സ്യവർഗ്ഗങ്ങളും ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചന. ഡോക്ടർ ഗ്രീൻസൺ ജോർജാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇപ്പോൾ പുറത്തു നൽകിയിരിക്കുന്നത്. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മലയാളികളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഈ ഒരു പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് മത്തിയുടെ ലഭ്യത ഇപ്പോൾ നിലവിൽ കൂടുതലാണ്. പക്ഷേ പ്രവചിക്കപ്പെടുന്നത് പോലെ എൽ നിനോ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മത്തിയുടെ ലഭ്യത സാരമായി ബാധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കടലിലെ താപതരംഗങ്ങളും താപവ്യതിയാനങ്ങളും മത്തി ഉൾപ്പെടെയുള്ള ചെറിയ ഉപരിതല മീനുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് രാജ്യത്താകെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഇടിവുണ്ടാക്കാൻ കാരണമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർച്ചയായ സമുദ്രതാപനം പവിയപ്പുറ്റുകളുടെ നാശത്തിനും അതുവഴി ചെമ്പല്ലി പോലുള്ള പവിയപ്പുറ്റുകളെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യങ്ങളുടെ സ്വാഭാവിക പ്രജനനത്തെ പോലും ബാധിക്കുമെന്നും അതിന്റെ ലഭ്യത കുറയാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും CMFRI ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യകർഷകർക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എൽ നിനോയുടെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കുമായി ഈ വർഷം തന്നെ CMFRI പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. കടുത്ത ചൂടിനും ഉയർന്ന ലവണാംശത്തിനും ശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം പെട്ടെന്ന് മറിയുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കുന്നതിനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതലുകൾ സ്വീകരിക്കണം. ദേശീയ മത്സ്യകർഷക ദിനാചരണ ചടങ്ങിൽ തീരദേശ മത്സ്യകൃഷി, കൂട് കൃഷി, മത്സ്യ വിത്തുൽപാദനം, പട്ടാളപ്പുഴു ഉപയോഗിച്ചിട്ടുള്ള ജൈവമാലിന്യ സംസ്കരണം, തീറ്റ നിർമ്മാണം, മത്സ്യകർഷകർക്കുള്ള സർക്കാർ സബ്സിഡികൾ എന്നിവയെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി കർഷകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിരവധി വിദഗ്ധരുടെ സാന്നിധ്യത്തിലായിരുന്നു 250 മത്സ്യത്തൊഴിലാളികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടപ്പിലാക്കിയത്. അതേസമയം ഉപഭോക്താക്കളും കുറച്ച് ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ കടൽ മത്സ്യങ്ങൾ വാങ്ങുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലുള്ളത്. കാരണം വിപണിയിൽ ഇപ്പോൾ നിരവധി മരുന്നടിച്ച മത്സ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവന് തന്നെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങളിൽ ഫോർമാലിൻ അടങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. ഈ ഫോർമാലിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യങ്ങൾ പിടിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതിനായിട്ടുള്ള റിപ്പോർട്ടുകളും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. മീനിൽ ചേർക്കുന്ന 2 രാസപദാർത്ഥങ്ങളാണ് ഫോർമാലിൻ, അമോണിയ തുടങ്ങിയവ. ഇവ ആരോഗ്യത്തിന് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അമോണിയ ഐസിലാണ് ചേർക്കുന്നത്. ഐസ് ഉരുകിയതിനെ വൈകിപ്പിക്കുകയാണ് അമോണിയ ചെയ്യുന്നത്. ഫോർമാൽഡിഹൈഡിന്റെ ദ്രാവക രൂപമാണ് ഫോർമാലിൻ. മനുഷ്യ ശരീരം സംസ്കരിച്ച് സൂക്ഷിക്കുന്നതിന് മോർച്ചറികളിൽ ഉപയോഗിക്കുന്ന ഫോർമാലിൻ ഉയർന്ന തോതിൽ വിഷാംശമുള്ള ഒന്നാണ്. ക്യാൻസറിനും അൾസറിനും വരെ ഇത് കാരണമാകുന്നുണ്ട്. ഇത്തരം വസ്തുക്കളാണ് ചില മത്സ്യങ്ങളിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥ, കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം, കേന്ദ്ര നാഡീവ്യൂഹം എന്നിവിടങ്ങളിൽ ഫോർമാലിൻ തകരാറുണ്ടാക്കും. ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുന്ന പെരിറ്റോണിയം എന്ന സ്ഥലത്തിനുണ്ടാകുന്ന നീർവീക്കമാണ്
പെരിറ്റോണൈറ്റിസ് ഫോർമാലിൻ പെരിറ്റോണൈറ്റിസിന് അടക്കം കാരണമാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് എങ്ങനെ തിരിച്ചറിയാം? മത്സ്യത്തിന്റെ കണ്ണിന് നിറവ്യത്യാസം വരും എന്നുള്ളതാണ്. മത്സ്യത്തിന്റെ സ്വാഭാവിക മണം നഷ്ടപ്പെടുന്നതായിരിക്കും. ചെതുമ്പലിന്റെ സ്വാഭാവിക നിറവും മാറിയിട്ടുണ്ടാകും. കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ കട്ടിയായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർമാലിൻ പോകാത്തൊരു വസ്തുവാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു ചെറിയ ഗ്ലാസ് ഫോർമാലിൻ ചേർത്ത് നേർപ്പിച്ചാൽ അതിൽ 250 കിലോ മീൻ 4 ദിവസം സംസ്കരിച്ച് സൂക്ഷിക്കാം എന്നതാണ് നിലവിലത്തെ കണക്ക് പ്രകാരം വ്യക്തമാകുന്നത്. ഐസിടുമ്പോൾ കൂടുതൽ സ്ഥലം വേണ്ടിവരും എന്നത് മാത്രമല്ല, ചെലവ് കൂടുതലുമാണ്. ഫോർമാലിൻ ഒരു തവണ ഉപയോഗിച്ചാൽ മീനിൽ നിന്ന് അത് പൂർണ്ണമായി നീക്കാനാകില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് മീൻ എത്ര നന്നായി വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാലും കഴുകി വെച്ചാലും പാചകം ചെയ്താലും ഫോർമാലിന്റെ വിഷലിപ്തമായിട്ടുള്ള സാന്നിധ്യം ആ മീനിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എങ്കിലും ചെറിയ കരുതൽ ഇത്തരം സാഹചര്യങ്ങളിൽ എടുക്കേണ്ടതുണ്ട്. ഫ്രഷ് ആണെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ നിന്ന് മീൻ വാങ്ങുക. ചെതുമ്പലുകൾ പൂർണ്ണമായി നീക്കുക. തൊലി നീക്കേണ്ടുന്ന മീനുകളുടെ തൊലി നീക്കുക. 3 പ്രാവശ്യമെങ്കിലും മീൻ കൃത്യമായി കഴുകുക. കടലമാവ് പുരട്ടി കഴുകുന്നതും നല്ല രീതിയിൽ അത് ഫലപ്രദമാണ്. അതുപോലെ തന്നെ വാങ്ങുമ്പോൾ മീനിന്റെ ഗന്ധം ശ്രദ്ധിക്കണം. അമോണിയ, ഫോർമാലിൻ ഇവയുടെ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ആ മീൻ ഒഴിവാക്കണം. മീനിന്റെ ശുദ്ധിയും വൃത്തിയും നഷ്ടമായി എന്ന് എല്ലാവരും പറഞ്ഞിട്ടും മലയാളികളുടെ തീന്മേശയിൽ നിന്ന് മീൻ വിഭവങ്ങൾ അകന്നു നിൽപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇവിടെയുണ്ട്. ഇല്ല എന്നതാണ് സത്യം. പൂർവാധികാരം ഭംഗിയായി തനത് രുചിയുമായിട്ട് നിരവധി മീനുകൾ ഇപ്പോഴും ലഭ്യമാണ്. പക്ഷെ അത്തരം മീനുകൾ ഈ പറയുന്നത് പോലെ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മീനിന്റെ കാഴ്ച, ഗന്ധം, സ്പർശം ഇതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം കൃത്യമായിട്ട് മീൻ വാങ്ങാനും ഭക്ഷണത്തിനായിട്ട് അത് ഉപയോഗിക്കാനും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ആരോഗ്യമാണ്. അത് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഈ പറയുന്നത് പോലെ മത്സ്യത്തിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. മത്തിയുടെ ലഭ്യത വരുന്ന വർഷങ്ങളിൽ കുറയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ.